നരേന്ദ്രമോദി തന്റെ മൂത്ത സഹോദരനാണ് എന്ന് പറയുന്നതിൽ ഒരു മാന്യത അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട്. തീരുന്നില്ല, ഗുജറാത്ത് മോഡലാക്കി തെലങ്കാനയെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോഴാണ് നമ്മൾ രേവന്ത് റെഡ്ഡിയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി പരിശോധിക്കുന്നത്. ആരായിരുന്നു രേവന്ത് റെഡ്ഡി? രേവന്ത് റെഡ്ഡി ABVP പ്രവർത്തകനായിരുന്നു. രേവന്ത് റെഡ്ഡി അടിസ്ഥാനമായി സംഘബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. RSSലായിരുന്നു, ABVPയിലായിരുന്നു. ആ രേവന്ത് റെഡ്ഡി അവിടെ നിന്ന് മാറിയത് നേരെ കോൺഗ്രസിലേക്കല്ല മാറൂ. ABVPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറി അദ്ദേഹം നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? തെലങ്കാന രാഷ്ട്ര സമിതിയിൽ. ഒരു വർഷം തെലങ്കാന രാഷ്ട്ര സമിതിയിൽ നിന്നു TRS. അപ്പൊ രണ്ടാമത്തെ പാർട്ടി മാറി. ആദ്യം സംഘപരിവാർ, RSS, ABVP. അതിനുശേഷം തെലങ്കാന രാഷ്ട്രസമിതി. ഒരു വർഷം കഴിഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ചു. മൂന്നാമത്തെ രാഷ്ട്രീയ വേഷം. നാലാമത് അദ്ദേഹം അവിടെ നിന്നില്ല. എങ്ങോട്ട് പോയി? TDPയിലേക്ക് പോയി. തെലുങ്ക് ദേശം പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി ഈ രേവന്ത് റെഡ്ഡി. അപ്പോൾ എത്ര മാറി സ്മൃതി? നാലാമത്തെ പാർട്ടി മാറി. ആദ്യം RSS, ABVP, അതിനുശേഷം തെലങ്കാന രാഷ്ട്രസമിതി, പിന്നീട് സ്വതന്ത്രൻ, പിന്നീടാണ് തെലുങ്കുദേശം പാർട്ടിയിൽ TDPയിൽ. അവിടെയും നിന്നില്ല. 2017 ആയപ്പോൾ അവിടെ നിന്നും ചാടി എങ്ങോട്ട് വന്നു? കോൺഗ്രസിലേക്ക് വന്നു. ഇങ്ങനെ പാർട്ടികൾ മാറി മാറി ചാടി കയറി ഒടുവിൽ ഇവിടെ മുഖ്യമന്ത്രിയായി തീരുമ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് വിളിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന മട്ടിൽ കാണുകയും കേരളത്തിൽ വന്ന് നരേന്ദ്രമോദിക്കെതിരെ പടപൊരുതുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കാണുമ്പോൾ അവിടെ നീ പോ മോനെ വിജയ എന്ന് ലെറ്റർ പാഡിൽ എഴുതുകയും ചെയ്ത രേവന്ത് റെഡ്ഡിയെ കുറിച്ചാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഡാഷ് മോനെ മറുപടി വരുന്നുണ്ടെന്ന്.